ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക്. അപ്പോൾ സർക്കിൾ എന്ന ചാപ്റ്ററിൻ്റെ ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഫിനിഷായി. 5ാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഇവിടെ റെഡിയാണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് എന്താണ്? ഒരു സർക്കിളിൻ്റെ മുകളിൽ ഒരു സെറ്റ് സ്ക്വയർ വെച്ചിട്ടുണ്ട്. ഈ സെറ്റ് സ്ക്വയർ ടച്ച് ചെയ്യുന്ന ഭാഗം ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് AB എന്ന്. ഈ AB 3 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ BC 6 സെൻറ്റിമീറ്റർ ആണെന്നും പിക്ചറിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ വൃത്തത്തിന്റെ പെരിമീറ്ററും അതേപോലെ ഏരിയയുമാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെങ്കിൽ നമുക്ക് ഈ പെരിമീറ്ററും ഏരിയയും കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ? യെസ്, ഏരിയ ഈക്വൽ ടു πr സ്ക്വയറും പെരിമീറ്റർ ഈക്വൽ ടു 2πr. ഇവിടെ 2 കാണണമെങ്കിൽ നമുക്ക് ഇതിന്റെ റേഡിയസ് അത്യാവശ്യമാണ്. പക്ഷെങ്കിൽ റേഡിയസ് തന്നിട്ടില്ല. പക്ഷെ ഇവിടെ ഈ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? അതിനു മുമ്പ് എന്താണ് സെറ്റ് സ്ക്വയർ? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ബോക്സിൽ കാണുന്ന 2 സെറ്റ് സ്ക്വയറുകൾ കാണാൻ സാധിക്കും. ഈ 2 സെറ്റ് സ്ക്വയറുകളുടെയും പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സെറ്റ് സ്ക്വയറും മട്ട ത്രികോണങ്ങളായിരിക്കും. 2 സെറ്റ് സ്ക്വയറുകളും മട്ട ത്രികോണങ്ങളായിരിക്കും. അപ്പോൾ ഇവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ടുള്ളതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ എന്താണ്? ഈ ആംഗിൾ 90 ഡിഗ്രി ആണ്. ഓക്കെ, ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഈ AC എന്ന് പറയുന്ന ലൈന് ഒന്ന് ജോയിൻ ചെയ്യാം. ഓക്കെ, AC എന്ന് പറയുന്ന ലൈന് ജോയിൻ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചേ. AC എന്ന് പറയുന്ന ലൈന് യോജിപ്പിച്ചു. ഈ വശം നമുക്ക് 3 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് 90 ഡിഗ്രിയാണ്. AC എന്ന് പറയുന്ന ലൈന് യോജിപ്പിച്ച് ഇവിടെയുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. നമുക്കറിയാം, ഒരു വൃത്തത്തിന്റെ വ്യാസത്തിന്റെ അതായത് ഡയമീറ്ററിന്റെ അഗ്രബിന്ദുവിൽ നിന്ന് ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരക്കുന്ന ലൈൻസ് കൂട്ടിമുട്ടുന്നത് വൃത്തത്തിലാണെങ്കിൽ അതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ അത് തിരിച്ചു പറയുകയാണെങ്കിലോ, ഏതെങ്കിലും ഒരു ആംഗിൾ 90 ഡിഗ്രി ആണെങ്കിൽ, വൃത്തത്തിലെ ഒരു ആംഗിൾ 90 ഡിഗ്രി ആയി വരികയാണെങ്കിൽ ആ എൻഡ് പോയിന്റുകൾ കൂട്ടി യോജിപ്പിച്ചാൽ അത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആയിരിക്കുമല്ലോ. തിരിച്ചും പറഞ്ഞുകൂടെ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ എന്ത് കിട്ടി? AC എന്ന് പറയുന്നത് വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഞാൻ ഈ ട്രയാങ്കിൾ മാത്രം ഇവിടെ മാറ്റി വരയ്ക്കാണ്. ABC ട്രയാങ്കിൾ ഇതാണ്. അപ്പൊ ഈ 3 സെന്റിമീറ്റർ ആണ്, 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത് ഇവിടെയാണ് 90 ഡിഗ്രി. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഏതായിരിക്കും? യെസ്, ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് ഹൈപ്പോട്ടനസ് ആണല്ലോ. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം അനുസരിച്ച് ഈ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കാൻ സാധിക്കുമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, നമുക്കറിയാം, ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ഹൈറ്റ് സ്ക്വയർ. ഹൈറ്റ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ എന്നതല്ല, പെർപെൻഡിക്കുലർ സ്ക്വയർ എന്നത്. ഓക്കെ, ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ. ഓക്കെ, അപ്പൊ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഈക്വൽ ടു ഇവിടെ എത്രയാണ്? 3 സ്ക്വയർ പ്ലസ് 6 സ്ക്വയർ. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ 3 സ്ക്വയർ എത്രയാണ്? 9 പ്ലസ് 36, ദാറ്റ് ഈസ് 45. നമുക്കിവിടെ ഹൈപ്പോട്ടനസ് സ്ക്വയർ 45 ആണെന്ന് കിട്ടി. സോ ഹൈപ്പോട്ടനസ് ഈക്വൽ ടു √45. √45 മീൻസ് റൂട്ട് ഓഫ് 45നെ മാറ്റി എഴുതാം. 9 × 5. സോ 9ന്റെ റൂട്ട് നമുക്കറിയാം 3√5 എന്ന് കിട്ടിയല്ലോ. പക്ഷെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് 2 ദശാംശ സ്ഥാനം വരെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ലാസ്റ്റ് ആൻസറിൽ എന്ത് ചെയ്യാം? √5ന്റെ വാല്യൂ കണ്ടുപിടിച്ച് ഇൻറ്റു ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പൊ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഏരിയ കണ്ടുപിടിക്കണം, പെരിമീറ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, ഏരിയ ഈക്വൽ ടു πr സ്ക്വയർ. ഇവിടെ എന്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. പക്ഷെങ്കിൽ നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. അപ്പൊ റേഡിയസ് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? ഇത് ഡയമീറ്റർ ആണല്ലോ ഹൈപ്പോട്ടനസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പകുതിയല്ലേ റേഡിയസ്? യെസ്, അപ്പൊ ഇവിടെ എഴുതി വെച്ചോ, റേഡിയസ് ഈക്വൽ ടു 3√5. ഇതിന്റെ പകുതിയായിരിക്കും 2. ഓക്കെ, അപ്പൊ πr സ്ക്വയർ, π × r
3√5 divided by 2 whole square. പൈയുടെ വാല്യൂ 3.14 നമുക്കറിയാം. ഇൻറ്റു 9√5ന്റെ സ്ക്വയർ 5. ഓക്കെ, ഡിവൈഡഡ് ബൈ 2 സ്ക്വയർ 4. 3 സ്ക്വയർ ഇൻറ്റു √5ന്റെ സ്ക്വയർ √5. 2യുടെ സ്ക്വയർ 4. ഇതാണല്ലോ. ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 3.14 ഇൻറ്റു 9 5s are 45 ഡിവൈഡഡ് ബൈ 4. അപ്പൊ ഇത് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 30. നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇൻറ്റു ചെയ്താൽ മതിയാവും. 35.45 എന്താണ്? ഏരിയ അല്ലേ, സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? ഇതേപോലെ പെരിമീറ്റർ ഈക്വൽ ടു 2πr. 2 ഇൻറ്റു പൈ ഇൻറ്റു r എത്രയാണ്? 3√5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പോ 2 ഇൻറ്റു പൈയുടെ വാല്യൂ എത്രയാണ്? 3.14. 3.14 ഇൻറ്റു 3√5 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, അപ്പൊ ഈ 2ഉം ഈ 2ഉം ക്യാൻസൽ ആയിപ്പോ 3√5 ഇൻറ്റു 3.14. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ √5ന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിച്ച് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 21.07 സെന്റിമീറ്റർ എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പൊ ഇവിടെ എത്ര കിട്ടി? ഏരിയ ഈക്വൽ ടു 35.45 സെന്റിമീറ്റർ സ്ക്വയർ ആണ് കേട്ടോ. ഏരിയയുടെ യൂണിറ്റ് സെന്റിമീറ്റർ സ്ക്വയർ. അതേപോലെ പെരിമീറ്റർ 21.07. സിമ്പിൾ ആണ്. ഇത് നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് തരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സാധാരണ എക്സാമിന് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരാറില്ല, എങ്കിലും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അപ്പൊ എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചോ? എന്താണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? 2 circles in a picture cross each other at A and B. The point P and Q are the other end of the diameter through A. Prove that P, B, Q lie on line. ഇതാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ എന്തായിരുന്നു ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്? ഈ 2 സർക്കിളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാണ്? എയും ബിയുമാണ്. കൂടാതെ ഈ സർക്കിൾസിന്റെ അതർ എൻഡ് ഓഫ് ദ ഡയമീറ്റർ ഏതാണ്? പിയും ക്യൂമാണ്. ഓക്കെ, ഈ എ എന്ന ബിന്ദുവും ബി എന്ന ബിന്ദുവും എന്താണ്? ഈ 2 വൃത്തങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ്. ഓക്കെ, അതേപോലെ ഈ പിയും ക്യൂവും എന്ന് പറയുന്നത് അതിന്റെ ഡയമീറ്ററിന്റെ അതർ വെർട്ടെക്സ് ആണ്. ഈ എയിലൂടെ പോകുന്ന ഡയമീറ്റർ. അപ്പോൾ ഈ പി എയും എ ക്യൂ എന്ന് പറയുന്നതും വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ് അഥവാ വ്യാസമാണ്. ഈ 2 പോയിന്റുകളും വൃത്തത്തിൽ കൂട്ടുമുട്ടുന്ന പോയിന്റുകളാണ്. അങ്ങനെയെങ്കിൽ ഈ പി ബി ക്യൂ എന്ന് പറയുന്ന പോയിന്റുകൾ ഒരു ലൈനിലാണ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? ക്വസ്റ്റ്യൻ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മൾ 8th സ്റ്റാൻഡേർഡിലൊക്കെ പഠിച്ചിട്ടുള്ള ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ എന്ന ഒരു കൺസെപ്റ്റ് ഒന്ന് റീകോൾ ചെയ്ത് നോക്കാം. എന്താണ് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ? ഓർമ്മയുണ്ടോ? യെസ്, ലീനിയർ പെയർ, രേഖീയ ജോഡി. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും എന്താണ്? രേഖീയമായ ജോഡികളാണ്. ഒരു ലൈന്, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഒരു ലൈനിനെ വേറൊരു ലൈന് വന്ന് കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഈ 2 ആംഗിളുകളും ലീനിയർ പെയർ ആകണമെങ്കിൽ ഈ 2 ആംഗിളുകളുടെയും തുക എത്രയായിരിക്കണം? 180 ഡിഗ്രി ആയിരിക്കണം. ഒന്നുകൂടെ പറയാം. ഒരു ലൈനിനെ വേറൊരു ലൈന് വന്ന് കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന 2 ആംഗിളുകളുടെയും തുക 180 ഡിഗ്രി ആണെങ്കിൽ ഈ ലൈൻസ് എന്തായിരിക്കും? ലീനിയർ പെയർ ആയിരിക്കും. തിരിച്ചു പറയുകയാണെങ്കിൽ 2 ആംഗിളുകൾ ആഡ് ചെയ്തപ്പോൾ 180 ആണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും.
മനസ്സിലാകുന്നുണ്ടോ? എന്താണ് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡികൾ? ലീനിയർ പെയർ, ലൈനിലുള്ള പെയർ എന്ന് ഓർമ്മിച്ച് വെച്ചാൽ മതി. അപ്പൊ അവിടെയുള്ള പ്രത്യേകത എന്താണ്? അവിടെ കൂട്ടിമുട്ടുന്ന രണ്ട് ആംഗിളുകൾ എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. ഇത് ഇങ്ങനെ തന്നെ വരണം എന്നില്ല. ഇവിടെ ഒരു കട്ടിങ് വന്നു, വേറൊരു ലൈൻ കൊണ്ട് വേറെ കട്ട് ചെയ്തു. അപ്പൊ ഇവിടെ ഉള്ള എല്ലാ ആംഗിൾസും, രണ്ട് ആംഗിൾ തന്നെ വരണമെന്നില്ല, എല്ലാ ആംഗിൾസ് കൂട്ടിയാലും 180 ഡിഗ്രി കിട്ടുകയാണെങ്കിൽ ഈ ആംഗിൾസിന് നമുക്ക് എന്ത് പറയാൻ കഴിയും? ഈ ലൈന് ലീനിയർ പെയറുകളാണ്, ഈ ആംഗിൾസ് ലീനിയർ പെയർ ആണെന്ന് പറയും. കൂടാതെ തിരിച്ചു പറയുകയാണെങ്കിൽ 180 കിട്ടുകയാണെങ്കിൽ ആ ലൈന് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് പറയാൻ സാധിക്കും. ഓക്കെ, ഈ കാര്യം ഒന്ന് ഓർമ്മിച്ച് വെക്കുക. അതിനുശേഷം ക്വസ്റ്റ്യനിൽ വീണ്ടും പോവാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് കാര്യം മനസ്സിലായല്ലോ. അപ്പൊ ഞാൻ ഓരോ വൃത്തത്തെയും മാത്രം സെപ്പറേറ്റ് ചെയ്ത് വരക്കുകയാണ്. ഈ പി എ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. അതേപോലെ ബിയിൽ ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടത്തേക്ക് ഒരു ലൈന് വരക്കുകയാണെങ്കിൽ, ഇവിടെ ഞാൻ ഈ ലൈന് വരച്ചു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും പറയാൻ സാധിക്കില്ലേ? അതായത് പി എ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ വ്യാസമാണ്. ഈ ഭാഗം ഇങ്ങോട്ടേക്ക് മാറ്റി വരക്കാം. ഈ വരച്ച ഭാഗം, ഈ ആംഗിൾ എത്രയായിരിക്കും? ബി എന്ന പോയിന്റിൽ വൃത്തത്തിൽ കൂട്ടിമുട്ടി. അങ്ങനെയെങ്കിൽ ഇത് വ്യാസത്തിന്റെ രണ്ട് അഗ്രബിന്ദുക്കളിൽ നിന്ന് വരച്ച രേഖയല്ലേ? ദീസ് ലൈൻസ് ആർ ജോയിങ് ഫ്രം ദ എൻഡ് പോയിന്റ് ഓഫ് ദ ഡയമീറ്റർ, റൈറ്റ്? അപ്പൊ ഈ ഡയമീറ്ററിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് ജോയിൻ ചെയ്തല്ലേ? അപ്പൊ ഇതെന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. വൃത്തത്തിൽ ടച്ച് ചെയ്തത് കൊണ്ട് 90 ഡിഗ്രി ആയിരിക്കും. അത് മാത്രമല്ല, ഇത് വൃത്തത്തിന്റെ ഡയമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരച്ചതാണ്. ഈ ഭാഗം 90 ഡിഗ്രി എന്ന് കിട്ടിയല്ലോ. അതേപോലെ ഈ വലിയ വൃത്തത്തിനെയും ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വരക്കുകയാണ്. അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. ഈ എ പി എന്ന് പറയുന്നത്, എ പി അല്ല എ ക്യു എന്ന് പറയുന്നത് ഈ വലിയ വൃത്തത്തിന്റെ ഡയമീറ്റർ ആണ്. അതിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരക്കുന്ന ലൈൻസ് എവിടെ ഇന്റർസെക്ട് ചെയ്യുന്ന ബി എന്ന പോയിന്റിലാണ്. അപ്പൊ ഇത് ഡയമീറ്റർ ആയതുകൊണ്ട് ഇത് സെമി സർക്കിളിലെ ആംഗിൾ അല്ലേ? അപ്പൊ ആ ആംഗിൾ എത്രയായിരിക്കും? അതും 90 ഡിഗ്രി ആയിരിക്കില്ലേ? കൺഫ്യൂഷൻ ഉണ്ട്, ഇങ്ങോട്ട് മാറ്റി വരക്കാം. എ ക്യു. ഓക്കെ, അപ്പോ ഈ പോയിന്റ് എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? വൃത്തത്തിലാണ് ടച്ച് ചെയ്യുന്നത്, ബി എന്ന പോയിന്റ്. ഇത് ഡയമീറ്റേഴ്സിന്റെ എൻഡ് പോയിന്റിൽ നിന്ന് വരച്ചിട്ടുള്ള ലൈൻസ് ആണ്. അപ്പൊ ഈ ആംഗിളും നമുക്ക് 90 ഡിഗ്രി ആണെന്ന് കിട്ടി. അതായത് ഇവിടെ ശ്രദ്ധിക്കൂ, ഈ എ ബി പി എന്ന് പറയുന്ന ആംഗിൾ 90 കിട്ടി. അതേപോലെ ഈ എ ബി ക്യു എന്ന് പറയുന്ന ആംഗിളും നമുക്ക് എന്ത് കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടിയല്ലോ. അപ്പൊ ഈ രണ്ട് ആംഗിൾ ആഡ് ചെയ്തപ്പോ 180 കിട്ടി. ഇങ്ങനെ രണ്ട് ആംഗിൾ ആഡ് ചെയ്തപ്പോൾ 180 കിട്ടുകയാണെങ്കിൽ, നേരത്തെ ഞാൻ എന്ത് പറഞ്ഞു? ലീനിയർ പെയറിന്റെ പ്രോപ്പർട്ടി പറഞ്ഞപ്പോ രണ്ട് ആംഗിൾസ് ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുകയാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കില്ലേ? ലീനിയർ പെയർ അല്ലേ? അപ്പോ ഈ പി ബി ക്യു എന്ന് പറയുന്നത് ഒരു സ്ട്രൈറ്റ് ലൈൻ ആണ്. സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിന്റെ മീനിങ്? യെസ്, ഈ പി ബി ക്യു എന്ന് പറയുന്നത് ഒരേ ലൈനിലാണെന്നല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ പ്രൂവ് ചെയ്തത് മനസ്സിലായല്ലോ. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. എങ്ങനെ എഴുതുക? ആംഗിൾ എ ബി പി ഈക്വൽ ടു 90 ഡിഗ്രി. അതായത് എ ബി പി 90 ഡിഗ്രി ആണ്. എന്തുകൊണ്ടാ? എ പി ഇസ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ. സർക്കിളിന്റെ ഡയമീറ്റർ ആയതുകൊണ്ടാണ്. അപ്പൊ ആംഗിളിന്റെ സെമി സർക്കിൾ ആയതുകൊണ്ട് എ ബി പി 90 ഡിഗ്രി ആയിരിക്കും. അതേ റീസൺ വെച്ച് ഈ എ ബി ക്യു എന്ന് പറയുന്നത് 90 ഡിഗ്രി ആണെന്ന് എഴുതുക. എന്തുകൊണ്ടാണ്? എ ക്യു എന്ന് പറയുന്നത് ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആണ്. ആ കാര്യം എഴുതിയതിനു ശേഷം ഒരു റഫ് ഫിഗർ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് ഈ രണ്ട് ആംഗിൾസും ആഡ് ചെയ്ത് എഴുതുക. എ ബി പി പ്ലസ് എ ബി ക്യു ഈക്വൽ ടു 180 ഡിഗ്രി. ഓക്കെ, എന്നിട്ട് എന്ത് എഴുതുക? പി ബി ക്യു ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ. ഈ പി ബി ക്യു എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അതിന്റെ റീസൺ ബ്രാക്കറ്റിൽ എഴുതണം, ലീനിയർ പെയർ. ഇവിടെ 180 കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റീസൺ ആയിട്ട് എഴുതാം ലീനിയർ പെയർ. എന്നിട്ട് എഴുതുക പി ബി ക്യു ലൈസ് ഓൺ ലൈൻ. ഒരു ലൈനിൽ തന്നെയാണ് ഈ പോയിന്റുകൾ സ്ഥിതി ചെയ്യുന്നത് എന്ന് മനസ്സിലായി. അപ്പൊ ഇതിന്റെ തന്നെ രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതൊന്ന് നോക്കാം.
അപ്പം നമുക്ക് സബ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. പ്രൂവ് ദാറ്റ് പി ക്യു ഈസ് പാരലൽ ടു ദ ലൈൻ ജോയിനിങ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് ദിസ് ലൈൻ. അതായത് ഇവിടെ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ഈ ഒ എന്ന ഈ എ പി എന്ന് പറയുന്ന വൃത്തത്തിന്റെ വ്യാസമാണല്ലോ, അതായത് ഡയമീറ്റർ ആണല്ലോ. അതിന്റെ സെന്റർ ഞാൻ ഒ ആയിട്ടും എടുക്കുന്നു, ഈ പോയിന്റ് ആർ ആയിട്ടും എടുക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സെന്ററിൽ നിന്ന് മറ്റേ വൃത്തത്തിന്റെ സെന്ററിലേക്ക് വരക്കുന്ന ഈ രേഖ ഒ ആർ എന്ന് പറയുന്ന ഈ രേഖ ഈ പി ക്യു എന്ന് പറയുന്ന രേഖക്ക് പാരലൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. കൂടാതെ ഈ ഒ ആർ എന്ന് പറയുന്നത് ഈ പി ക്യൂയുടെ ഹാഫ് ആണെന്നും പ്രൂവ് ചെയ്യണം. എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഞാൻ ഒന്നുകൂടെ ഇവിടെ വരക്കാം. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ ഒ ആർ എന്ന് പറയുന്ന ഈ ലൈന് ഈ പി ക്യു എന്ന് പറയുന്ന ഈ ലൈനിന് പാരലൽ ആണെന്നും അതേപോലെ ഈ ഒ ആർ എന്ന് പറയുന്നത് ഈ പി ക്യൂയുടെ ഒ ആറിന്റെ 2 മടങ്ങാണ് പി ക്യു എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ സാധിക്കും? അതിനു മുമ്പ് നാം 9th സ്റ്റാൻഡേർഡ് പഠിച്ചിട്ടുള്ള ഒരു കാര്യം റീകോൾ ചെയ്യാം. എന്താണ് പഠിച്ചിട്ടുള്ളത്? ഒരു ട്രയാങ്കിൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മ ഉണ്ടാവും. ഒരു ട്രയാങ്കിൾ, ഏതൊരു ട്രയാങ്കിൾ ആയിക്കോട്ടെ, ആ ട്രയാങ്കിളിന്റെ ഒരു സൈഡ്, അതായത് ഞാൻ ഈ സൈഡുകൾ മെൻഷൻ ചെയ്യുകയാണ്, എ ബി സി. ഈ എ ബി എന്ന സൈഡിന്റെ മിഡ് പോയിന്റ്, അതായത് മധ്യബിന്ദുവിൽ നിന്നും ഈ എ സി എന്ന് പറയുന്ന സൈഡിന്റെ മിഡ് പോയിന്റുകളും തമ്മിൽ യോജിപ്പിച്ചാൽ, ഇവിടെ പി ക്യു എന്ന് കൊടുക്കുകയാണ്, യോജിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പി ക്യു എന്ന് പറയുന്ന ഈ ലൈന് മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. മൂന്നാമത്തെ സൈഡ് എന്ന് പറയുന്നത് ബി സി. അതായത് ഇവിടെ പി ക്യു പാരലൽ ആയിരിക്കും ബി സിക്ക്. അതേപോലെ ഈ പി ക്യൂയുടെ അളവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ബി സിയുടെ ഹാഫ് ആയിരിക്കും. പി ക്യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി. ഈ കാര്യം നാം എപ്പോൾ പഠിച്ചതാണ്? 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. ഏതൊരു ട്രയാങ്കിൾ ആയാലും ഇല്ല, ഇവിടെ ഒരു 6 സെന്റിമീറ്റർ, ഇവിടെ ഒരു 8 സെന്റിമീറ്റർ, അങ്ങനെയുള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. വരച്ചതിന് ശേഷം അതിന്റെ കറക്റ്റ് മിഡ് പോയിന്റ് എടുക്കുക. ആ മിഡ് പോയിന്റുകൾ തമ്മിൽ യോജിപ്പിക്കുക. അങ്ങനെ വരച്ച് കിട്ടുന്ന ആ ലൈന് മൂന്നാമത്തെ ലൈനിന് പാരലലും ആയിരിക്കും, അതേപോലെ ഈ ലൈനിന്റെ പകുതിയുമായിരിക്കും. അത് നിങ്ങൾക്ക് അതിൽ മെഷർ ചെയ്താൽ കാണാൻ സാധിക്കും. ഓക്കെ, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ പ്രൂവ് ചെയ്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പി ക്യു പാരലൽ ആണ് ബി സിക്ക്, അതേപോലെ പി ക്യു ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ബി സി. അല്ലെങ്കിൽ തിരിച്ചു എഴുതാം, ബി സി ഈക്വൽ ടു, ബി സി എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു പി ക്യു. ഓക്കെ, ഇത് നാം പഠിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒ എന്ന് പറയുന്നത് സെന്റർ, വൃത്തത്തിന്റെ സെന്ററിൽ നിന്ന്, അതേപോലെ ഈ വലിയ വൃത്തത്തിന്റെ സെന്ററായ ഈ ആർ എന്ന ബിന്ദുക്കളും തമ്മിൽ യോജിപ്പിച്ച് വരക്കുന്ന രേഖ മൂന്നാമത്തെ ഈ പി ക്യു എന്ന് പറയുന്ന ലൈനിന് പാരലലാണ്. അപ്പൊ ഈ ട്രയാങ്കിൾ മാത്രം എടുത്ത് കൺസിഡർ ചെയ്ത്, ഇവിടെയുള്ള ഈ ട്രയാങ്കിൾ പി എ ക്യു, അതാണ് ഞാൻ വരച്ച പി എ ക്യു, ഇവിടെ മാറ്റി വരച്ചു ഈ ഒ ആർ എന്നുള്ള ലൈൻ. അപ്പൊ ഇതൊരു ട്രയാങ്കിൾ. ഓക്കെ, ഇത് എന്ന് പറയുന്ന ഈ ഒ എന്ന് പറയുന്നത് വൃത്തത്തിന്റെ സെന്റർ ആയതുകൊണ്ട് ഇതിന്റെ മിഡ് പോയിന്റ് മനസ്സിലായല്ലോ. അതേപോലെ ഈ ആർ എന്ന പോയിന്റ് എ ക്യു വൃത്തത്തിന്റെ വ്യാസമായതുകൊണ്ട് അതിന്റെ സെന്റർ അത് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് വരക്കുന്നത്. അപ്പൊ ഈ ട്രയാങ്കിളിന്റെ 2 സൈഡിന്റെയും മിഡ് പോയിന്റിൽ നിന്ന് യോജിപ്പിച്ച രേഖയിലെ ഈ ഒ ആർ മനസ്സിലാകുന്നുണ്ടോ? ആണ്. അപ്പൊ ഈ ഒ ആർ പാരലൽ ആണ് പി ക്യൂന്ന് നമുക്ക് പറയാം. ഒ ആർ പാരലൽ പി ക്യു. അതേപോലെ ഈ പി ക്യു എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു ഒ ആർ. എന്തുകൊണ്ടാണ്? അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അത് പാരലലും ആയിരിക്കും, അതേപോലെ അത് മൂന്നാമത്തെ വശത്തിന്റെ പകുതിയുമായിരിക്കും. ഇങ്ങനെയും എഴുതാം, അല്ലെങ്കിൽ എന്തെഴുതാം? ഒ ആർ ഈക്വൽ ടു, ഒ ആർ എന്ന് പറയുന്നത് എന്താണ്? 2 ഇൻറ്റു, ഇവിടെ അങ്ങനെയല്ല എഴുതണ്ട കേട്ടോ, ഇവിടെ 2 ഇൻറ്റു ഒ ആർ എന്ന് പറയുന്നത് പി ക്യു ആണ്. ഓക്കെ, കറക്റ്റ്. ദെൻ നമുക്ക് ഒ ആർ എന്ന് പറയുന്നത് എന്താണ്?
ഒ ആർ എന്ന് പറയുന്നത് ഹാഫ് ഓഫ് പി ക്യു അല്ലേ. ഓക്കെ, ഇങ്ങനെയും എഴുതാം. അപ്പൊ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യം തന്നെയാണ് ഈ പിക്ചർ മാറ്റി വരച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. കൺസിഡർ ദ ട്രയാങ്കിൾ പി എ ക്യു. ഇവിടെ നമ്മൾ ഈ ട്രയാങ്കിൾ സൈഡിൽ വരച്ചിരിക്കണം. പി എ ക്യു, ഒ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് പി എ, ദ സൈഡ് പി എ. അതേപോലെ ആർ ഈസ് ദ മിഡ് പോയിന്റ് ഓഫ് സൈഡ് എ ക്യു. അങ്ങനെ എഴുതുക. അതിന് ശേഷം ഒ ആർ പാരലൽ ആണ് പി ക്യു എന്ന് എഴുതുക. ഒ ആർ ഇസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു പി ക്യു. നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അങ്ങനെ സ്റ്റെപ്പ് എഴുതുന്നതിന് വേണ്ടി മാത്രം പറയുന്നത്. എന്നതിന് ശേഷം എന്താണ് ബ്രാക്കറ്റിൽ എഴുതേണ്ടത്? ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ് ഓഫ് ടു സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ഈസ് പാരലൽ ടു തേർഡ് സൈഡ് ആൻഡ് ഹാഫ് ഓഫ് ഇറ്റ്. ഈ കാര്യം എഴുതി കഴിഞ്ഞാൽ അതിന്റെ എക്സ്പ്ലനേഷനും ആയി. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത പ്രോബ്ലംസുമായി വരാം. ബൈ ബൈ.